പ്രിയമുള്ള ഭക്തജനങ്ങളെ, സഹൃദയരെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന രാമായണ പ്രഭാഷണ പരമ്പരയിലെ 16-ാം ദിവസത്തെ പ്രഭാഷണം. രാമായണം വർത്തമാനത്തിൻ്റെ ചർച്ചയും ഭാവിയുടെ വാതായനവും എന്ന വിഷയത്തിലാണ് പ്രഭാഷണം നടത്തുന്ന ശ്രീ മണികണ്ഠൻ തോന്നയ്ക്കലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മണികണ്ഠൻ തോന്നയ്ക്കൽ നിങ്ങൾക്ക് പലർക്കും പരിചിതമായ മുഖമാണെന്ന് കരുതുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല വിവിധങ്ങളാണ്. ജീവിതത്തിൻ്റെ എല്ലാ ഭാവങ്ങളും അവതരിപ്പിക്കാൻ കഴിയുക ഒരു കലാകാരൻ്റെ മഹത്വമാണ്. മലയാളി മണികണ്ഠനെ മണിയൻ സ്പീക്കിങ്ങിലൂടെയാണ് ആദ്യം അറിഞ്ഞത്. പിന്നെ അദ്ദേഹം ബിഗ് ബോസിലും നമ്മൾ അദ്ദേഹത്തെ കണ്ടു. മലയാളത്തിലെ ഒട്ടേറെ സീരിയലുകളിലും സിനിമയിലും അദ്ദേഹത്തിൻ്റെ ഭാവം നമ്മൾ കണ്ടു. കേരളത്തിലെ അറിയപ്പെടുന്ന വിൽപ്പാട്ട് കലാകാരൻ എന്ന സവിശേഷതയും മണികണ്ഠനുണ്ട്. പക്ഷേ ഇവിടെ അദ്ദേഹം എത്തിച്ചേരാനിടയായത് ശ്രദ്ധേയനായ പ്രഭാഷകൻ എന്ന നിലയിലാണ്. വളരെ ശ്രദ്ധേയനായ മലയാളത്തിലെ പ്രഭാഷകരിൽ ഒരാളാണ് ശ്രീ മണികണ്ഠൻ. അങ്ങനെ സർവ്വവിധങ്ങളായ മേഖലകളിലും തൻ്റെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള ശ്രീ മണികണ്ഠൻ തോന്നയ്ക്കൽ കുമാരനാശാൻ്റെയും ഒട്ടേറെ ധന്യരായ മനുഷ്യരുടെയും ജീവിതത്താൽ, ആ ജീവിത പൈതൃകങ്ങളാൽ ധന്യമാർന്ന തോന്നയ്ക്കലിൻ്റെ പുതിയ കാലത്തിൻ്റെ വാഗ്ദാനമാണ്. കാലത്തിൻ്റെ ഭൂതവും ഇന്നിൻ്റെ ജാലകവും, ഇതാണ് രാമായണത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ തന്നിരിക്കുന്ന വിഷയം. ഈ രാമായണത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ കഥാപാത്രങ്ങളെയും രാമായണത്തിൻ്റെ ക്ലൈമാക്സും ഒക്കെ ഓരോ കുട്ടികൾക്കും അറിയാം. നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും രാവണവധം നടക്കും, ശ്രീരാമനെ വനത്തിലേക്ക് അയക്കും, ഇങ്ങനെയൊക്കെയുള്ള കഥ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുന്നത്. എങ്കിലും ഓരോ സമയത്തും നമ്മൾ കേൾക്കുന്തോറും എന്തെങ്കിലുമൊക്കെ പുതുമ, എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ ആ കൃതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഈ ക്ഷേത്ര സന്നിധിയിൽ രാമായണത്തെക്കുറിച്ച് പറയുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ മറ്റൊരു കാര്യവുമാണ്. സാധാരണ നമ്മൾ ഈ തന്ത്രശാസ്ത്രത്തിൽ പറയും, അന്യമന്ത്രയജനം, അതായത് ഒരു ദേവൻ്റെ മുമ്പിൽ നിന്ന് മറ്റൊരു ദേവൻ്റെ നാമം ജപിക്കുവാനോ ആ ദേവൻ്റെ കീർത്തിയെക്കുറിച്ച് പറയാനോ പാടില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ഹനുമാൻ ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിയെ അദ്ദേഹത്തിൻ്റെ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഈ ഹനുമാൻ സ്വാമിക്ക് ഇഷ്ടം രാമൻ്റെ കഥ, രാമൻ്റെ നാമം ഉരുവിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. അതുതന്നെയാണ് ഈ നാലമ്പലങ്ങളിൽ നടക്കുന്നത്. രാമക്ഷേത്രത്തിലും ഭരതക്ഷേത്രത്തിലും ലക്ഷ്മണ ക്ഷേത്രത്തിലും ശത്രുഘ്ന ക്ഷേത്രങ്ങളിലുമൊക്കെ പോയി കഴിഞ്ഞാലും അവിടെയും ആ ദേവന്മാരോട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ശ്രീരാമ മന്ത്രം ഉരുവിടുന്നതാണ് ഉത്തമം എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രസന്നിധിയിൽ ഈ രാമകഥ, രാമായണത്തിൻ്റെ ചില കാര്യങ്ങൾ പറയുക എന്ന് പറയുന്നത് അത്യന്തം ശ്രേഷ്ഠമാണ് എന്നും ഞാൻ വിശ്വസിക്കുകയാണ്. മറ്റൊരു കാര്യം, ഈ വാൽമീകി രാമായണം എന്ന് പറയുന്ന ആ രാമായണത്തിനെയാണല്ലോ നമ്മളൊക്കെ ഒരു മൂലകൃതിയായി പരിഗണിക്കുന്നത്. ആദികാവ്യം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന കൃതി. ഈ രാമായണം എന്ന് പറയുന്നത് വാൽമീകി മഹർഷി എഴുതിയതാണ് എന്ന് നമുക്കൊക്കെ അറിയാം. എന്നാൽ ഹനുമാൻ ഒരു രാമായണം രാമരാവണ യുദ്ധത്തിന് ശേഷം, ശ്രീരാമൻ്റെ പട്ടാഭിഷേകത്തിന് ശേഷം ഹിമാലയത്തിൽ പോയി രാമനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ മനസ്സിലൂടെ കടന്നുപോകുന്ന രാമകഥാ സംഭവങ്ങളൊക്കെ തൻ്റെ നഖം കൊണ്ട് അവിടെ ഇവിടെയുള്ള പാറകളിൽ എഴുതി വച്ചുവെന്നും ഇത് വാൽമീകി മഹർഷി വന്ന് കാണാനിടയായപ്പോൾ
താൻ രാമകഥ മുൻകൂട്ടി കണ്ട് രചിച്ചതിനേക്കാൾ എത്രയോ കാവ്യാത്മകമായിട്ടാണ്, എത്രയോ മനോഹരമായിട്ടാണ് ഹനുമാൻ ഇത് എഴുതിയിരിക്കുന്നത് എന്ന് ചിന്തിച്ച് വാൽമീകി മഹർഷിക്ക് ദുഃഖമുണ്ടായെന്നും ഇത് മനസ്സിലാക്കിയ ഹനുമാൻ തനിക്ക് ഒരു കാവ്യം ചമയ്ക്കലല്ല തൻ്റെ ലക്ഷ്യം, ശ്രീരാമനോടുള്ള ഭക്തിയിൽ ജീവിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ രാമായണത്തിനെ എഴുതിയ പാറക്കഷ്ണങ്ങളൊക്കെ പല ദിക്കിലേക്ക് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞു എന്നും ഒരു കഥയുണ്ട്. അതുകൂടാതെ ഹനുമാനുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന മറ്റൊന്നാണ് നമുക്കൊക്കെ ചിരപരിചിതമായ ഏകശ്ലോക രാമായണം എന്ന് പറയുന്നത്. പൂർവം രാമ തപോവനാനി ഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ദഹനം അല്ലെങ്കിൽ ലങ്കാപുരി മർദ്ദനം പശ്ചാത് രാവണ കുംഭകർണ ഹനനം ഏതത് രാമായണം. ഈ ശ്ലോകത്തിന് ചില വ്യത്യാസങ്ങളുണ്ട്. ഈ ശ്ലോകത്തിൻ്റെ കഥ എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് ചോദിച്ചാൽ, ഈ രാമരാവണ യുദ്ധം അവസാനിച്ചതിന് ശേഷം പുഷ്പക വിമാനത്തിലാണ് ശ്രീരാമനും മറ്റും തൻ്റെ രാജ്യത്തിലേക്ക്, ഭാരതത്തിലേക്ക്, അയോധ്യയിലേക്ക്, ലങ്കയിൽ നിന്ന് മടങ്ങി വരുന്നത്. അങ്ങോട്ട് നടന്നാണ് പോയത്, നമുക്കറിയാം. ഞാൻ ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഹനുമാൻ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ ഒരു കാര്യം സൂചിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ ഈ പരിസരങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് ആകാശമാർഗേണ വരുമ്പോൾ ഭരദ്വാജ മുനിയുടെ ആശ്രമം ശ്രീരാമനും മറ്റും കാണുകയാണ്. ഈ ഭരദ്വാജൻ എന്ന് പറയുന്ന മുനിക്ക് രാമായണത്തിൽ പ്രത്യേകമായ ഒരു സ്ഥാനമുണ്ട്. നമുക്കറിയാം, നമ്മുടെ രാമായണം എന്ന് പറയുന്നത് ആദ്യ ശ്ലോകം ആദ്യമായി ചൊല്ലിയത് വാൽമീകി മഹർഷിയാണ്. തമസാ നദിയുടെ തീരത്ത് ക്രൗഞ്ച പക്ഷികൾ കൊക്കുരുമിയിരുന്ന ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ വനവേടൻ അമ്പെയ്ത് വീഴ്ത്തിയപ്പോൾ അതിൽ നിന്നുണ്ടായ ശോകം ശ്ലോകരൂപേണ വന്നു എന്നും മാനിഷാദ പ്രതിഷ്ഠാം തുമഹമ ശാശ്വതി സമ ക്രൗഞ്ച മിഥുനാം ദേഹമവധീം കാമമോഹിതമെന്ന് വാൽമീകി പാടി എന്നൊക്കെ കഥ നമുക്കറിയാം. എന്നാൽ ഈ വാൽമീകിയുടെ ശ്ലോകം ആദ്യമായിട്ട് കേട്ടതാരാണ് എന്നൊരു ചോദ്യം ഉള്ളപ്പോൾ അതിൻ്റെ ഉത്തരമാണ് ഈ ഭരദ്വാജ മുനി. വാൽമീകിയുടെ ശിഷ്യനായിരുന്നു ഭരദ്വാജ മഹർഷി. വാൽമീകി മഹർഷിയോടൊപ്പം ഈ തമസാ നദിയുടെ തീരത്ത് സ്നാനത്തിനായി ഉണ്ടായിരുന്നത് ഭരദ്വാജ മുനിയാണ്. ശ്രീരാമൻ വനത്തിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ടെത്തുന്ന ആശ്രമവും ഈ ഭരദ്വാജ മുനിയുടെ ആശ്രമമാണ്. അവിടെ നിന്നാണ് പിന്നെ വാൽമീകി ആശ്രമത്തിലേക്കും ചിത്രകൂടത്തിലേക്കും മറ്റ് സന്യാസിമാരുടെ ആശ്രമത്തിലേക്കുമൊക്കെ ശ്രീരാമൻ പോകുന്നത്. അങ്ങനെ ആദ്യമായിട്ട് ശ്രീരാമചന്ദ്രൻ എത്തിയ ആശ്രമം ഈ ഭരദ്വാജ മുനിയുടെ ആശ്രമമാണ്. അവിടെയും തീർന്നില്ല. അവിടെ ഒരു ദിവസം രാമനും ലക്ഷ്മണനും സീതയും കൂടി തങ്ങിയതിന് ശേഷമാണ് ചിത്രകൂടത്തിലേക്ക് പോകുന്നത്. അവിടെയും അവസാനിക്കുന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഭരതനും ശത്രുഘ്നനും ശ്രീരാമനെ തേടി വരുമ്പോൾ ഈ ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ അവർ രണ്ടുപേരും താമസിക്കുന്നുമുണ്ട്. അങ്ങനെ ദശരഥന്റെ 4 മക്കൾക്കും 2 വ്യത്യസ്ത ദിവസങ്ങളിൽ ആതിഥേയം കൊടുത്ത ഒരു ഋഷീശ്വരനാണ് ഭരദ്വാജ മുനി. മടങ്ങി വരുമ്പോൾ ശ്രീരാമൻ വിശ്രമിക്കാൻ ഇറങ്ങുന്നതും ഈ ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലേക്കാണ്. അവിടെ ഇരുന്നു കൊണ്ട് രാമൻ ഹനുമാനോട് പറയും, എത്രയും വേഗം ഭരതന്റെ അടുത്ത് ചെന്ന് ഞാൻ വന്നിട്ടുണ്ടെന്ന് പറയണം, ഭരതൻ എന്നെ കാത്തിരിക്കുകയാണ്, ഈ വിവരം അറിയിക്കണമെന്ന് പറയും. ഉടൻ തന്നെ രാമന്റെ ആജ്ഞ സ്വീകരിച്ചുകൊണ്ട് ഹനുമാൻ ഭരതന്റെ അടുത്തേക്ക് പോവുകയാണ്. ഭരതൻ അന്ന് അയോധ്യയിലല്ല, നമുക്കറിയാം, നന്ദിഗ്രാമിലാണ്. ശ്രീരാമൻ വനയാത്രയ്ക്ക് പോയപ്പോൾ ജ്യേഷ്ഠന്റെ പാദുകവും പൂജിച്ചുകൊണ്ട് നന്ദിഗ്രാമിൽ മുനിമാരുടെ സന്യാസിയുടെ വേഷത്തിൽ ജ്യേഷ്ഠൻ രാമൻ എങ്ങനെയാണോ വനത്തിൽ ശയിക്കുന്നത്, എന്തെല്ലാം ഭക്ഷണങ്ങളാണോ കഴിക്കുന്നത്, അതൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ വസിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഹനുമാനെ കാണുമ്പോൾ ഭരതൻ ആവേശത്തോടെ ചോദിക്കും, ചിത്രകൂടം വരെ ഞാൻ വന്നിരുന്നു, അതുവരെയുള്ള വിശേഷങ്ങൾ എനിക്കറിയാം, പിന്നെ ജ്യേഷ്ഠൻ്റെ ജീവിതത്തിൽ ഇതുവരെ എന്താണ് സംഭവിച്ചതെന്ന് എന്നോട് വേഗം ഒന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോഴാണ് ഈ ഏകശ്ലോക രാമായണം ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. പൂർവം രാമ തപോവനാനി ഗമനം. അവിടെ നിന്ന് ചിത്രകൂടത്തിൽ നിന്ന് ശ്രീരാമൻ പിന്നെ തപോവനങ്ങളിലേക്ക് പോകുന്നു.
അവിടെ വെച്ച് ഹത്വാ മൃഗം കാഞ്ചനം സ്വർണ്ണവർണ്ണത്തിലുള്ള ഒരു മാനിനെ ഹനിക്കുന്നു, കൊല്ലുന്നു. ഈ സമയത്ത് വൈദേഹിയെ അപഹരിക്കപ്പെടുന്നു. സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടുപോകുന്നു. പോകുന്ന വഴിയിൽ ജടായു എന്ന് പറയുന്ന പക്ഷി മാർഗവിഘ്നം വരുത്തുന്നു. ജടായുവിനെ നിഗ്രഹിക്കുന്നു. മരിക്കുന്നത് പിന്നീടാണെങ്കിലും മരണകാരണമായ ഒരു വെട്ട് ജടായുവിന് കൊടുക്കുന്നു. പിന്നീട് സുഗ്രീവനുമായി സംഭാഷണം നടത്തുന്നു. ബാലിയെ വധിക്കുന്നു. സമുദ്രം തരണം ചെയ്യുന്നു. ലങ്കാപുരി ദാഹനമെന്നും ലങ്കാപുരി മർദ്ദനമെന്നും ഈ ഒരു ശ്ലോകത്തിന് രണ്ട് വ്യാഖ്യാനം വന്നത് എങ്ങനെയെന്ന് ചിന്തിച്ചാൽ, ഈ സമുദ്ര തരണം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ചിലരതിനെ വ്യാഖ്യാനിക്കുന്നത് ഹനുമാൻ സമുദ്രം ചാടിക്കടന്നു എന്നാണ്. ഹനുമാൻ സമുദ്രം ചാടിക്കിടക്കുമ്പോൾ തീർച്ചയായിട്ടും ഹനുമാൻ അവിടെ ചെയ്യുന്ന പ്രവൃത്തി ലങ്കയെ ദഹിപ്പിക്കുകയാണ്. എന്നാൽ ഹനുമാൻ ഒരിക്കലും തൻ്റെ വീരസാഹസികതയെക്കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത്. അത് പറയുകയല്ല ഹനുമാന്റെ ലക്ഷ്യം. ഹനുമാൻ രാമനും ലക്ഷ്മണനും വാനര സൈന്യവും സമുദ്രം കടന്നതാണ്, സമുദ്രം തരണം ചെയ്തതാണ് പറയുന്നത്. അതുകൊണ്ട് കൂടുതൽ യോജിക്കുന്നത് ലങ്കാപുരി മർദ്ദനം, ആ ലങ്കയെ നാമാവിശേഷമാക്കി നൂറ്റാണ്ടുകൾ കൊണ്ട് കെട്ടി ഉയർത്തപ്പെട്ട സുവർണ ലങ്ക. ഉത്തരരാമായണത്തിൽ ഉത്തരകാണ്ഡത്തിൽ പറയുന്നുണ്ട്. അതിവിശാലമായ കിടങ്ങുകൾ, 7 കോട്ടകൾ, 4 ഗോപുരങ്ങളുള്ള 7 കോട്ടകൾ. ഒരു കോട്ട കടന്ന് അടുത്ത കോട്ട എത്തുന്നതിന് മുമ്പ് അതിവിശാലമായ കിടങ്ങുകൾ കടക്കാൻ യന്ത്രപാലങ്ങൾ. അകത്ത് ചെന്നാൽ ഘാടക നിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനശാലയും മദ്യപാനത്തിന് നിർജ്ജനമായുള്ള നിർമ്മലശാലയും. കിഴക്കേ ഗോപുരത്തിൻ്റെ കാവൽ 10,000 പേർ, വടക്ക് 1,00,000, തെക്ക് 10,00,000, പടിഞ്ഞാറ് 1 കോടി. ഇങ്ങനെയൊക്കെയാണ് കണക്കുകൾ രാവണന്റെ കൊട്ടാരത്തിൻ്റെ കാവൽ എന്ന് പറയുന്നത്. ആ ലങ്കയെ മർദ്ദിച്ച് നാമാവിശേഷമാക്കി അവിടെ ആകെ തകർത്തതിന് ശേഷമാണ്. അതാണ് ലങ്കാപുരി മർദ്ദനം. അവിടെ യോജിക്കുന്നത് രാമന്റെയും വാനര സൈന്യത്തിൻ്റെയും ലങ്കാപുരി മർദ്ദനമാണ്. അങ്ങനെ മർദ്ദിച്ചതിന് ശേഷം രാവണനെയും കുംഭകർണനെയും വധിക്കുന്നു. ഇതാണ് പിന്നെ ഞാനിതാ ഇവിടെ എത്തിയിരിക്കുന്നു. ഇതാണ് രാമന്റെ യാത്രയുടെ അങ്ങ് കേൾക്കാൻ ആവശ്യപ്പെട്ട എന്ന കഥ എന്ന ഒറ്റ ശ്ലോകത്തിലൂടെ ഹനുമാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു രാമായണം ഏറ്റവും അധികം സുന്ദരമായി എഴുതിയ വ്യക്തി അല്ലെങ്കിൽ എഴുതിയ ഒരു ഭക്തൻ, ഒപ്പം ഏകശ്ലോക രാമായണം ഹനുമാന്റെ പേരിൽ നമ്മൾ ഇന്നും ഓർക്കുന്നു. അങ്ങനെയുള്ള ഒരു ക്ഷേത്രമാണ്.